നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചില്ലി ചപ്പാത്തി എന്നൊക്കെ പറയാം. അപ്പം സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. ചപ്പാത്തി ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തു വിടാം. അല്ലെങ്കിൽ ഈവനിങ് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആണെങ്കിൽ ബാക്കി വന്നാൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചില്ലി ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് കാണാം. നമ്മൾ സവാള എടുക്കുന്നുണ്ട്, ഒരു 3 സവാള എടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി, പിന്നെ സ്പ്രിംഗ് ഓണിയനാണ്. ഇനി വേറെ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാം, ക്യാരറ്റോ ബീൻസോ ഒക്കെ എടുക്കാമേ. പിന്നെ നമുക്ക് പനീർ വേണം. ഇതൊരു 400 ഗ്രാം പനീറാണ്. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി നമുക്ക് എടുക്കാം. പനീർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, ചപ്പാത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിൻ്റെ അത് മതി. ഞാൻ സാധാരണ ഇപ്പോൾ ചപ്പാത്തി കൂടുതൽ പരത്തി വെക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് രണ്ട് പുറവും ഇങ്ങനെ മാറ്റി മാറ്റി ഒന്ന് ചൂടാക്കിയിട്ട് വെക്കും. എന്നിട്ട് രാത്രി പിന്നെ അതെടുത്ത് ചൂടാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണിത്. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു 2 ദിവസം വരെ ഉപയോഗിക്കാം. ഇനി ഫ്രീസറിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് അങ്ങനെ അടിയിലായിട്ട് വെച്ച് കഴിയുമ്പം കുറേ ദിവസം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഒരുമിച്ച് ഇപ്പോൾ ഒരു വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് പരത്തി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. രാത്രി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യം നോക്കി ഒരു 3 ചപ്പാത്തിയോളം നമുക്ക് എടുക്കാം, ആവശ്യം നോക്കിയിട്ട് എടുക്കാം. പനീർ ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം വേണമെങ്കിൽ ജസ്റ്റ് സ്ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചുട്ടെടുത്തു. ഇനി നമ്മൾ ഈ ചപ്പാത്തി 3 4 എടുക്കാം കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട്, നിങ്ങൾക്ക് നീളത്തിൽ വേണേൽ കട്ട് ചെയ്യാം. ഞാനിത് ഇതുപോലെ ചതുരത്തിലാണ് കട്ട് ചെയ്തത്. ഒരു പാൻ വെക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആദ്യം സവാള വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ സവാള ചതുരത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, എല്ലാം ചതുരത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം തക്കാളി ചേർത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, മഞ്ഞളൊക്കെ ചേർത്തപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ ക്യാപ്സിക്കം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കാമേ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം, ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് തുറന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ 1 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. അപ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാം വെന്ത് മിക്സായിട്ട് കിട്ടും. ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചില്ലി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.